ചരിത്രവും ഭൂമിശാസ്ത്രവും ഇതിഹാസവും മിത്തും സർവകലകളും പാഠശാലകളും അവരുടെ നരകജീവിതം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. രാത്രി പകലാക്കി മാറ്റിയാലും മൺമറഞ്ഞു പോകാത്ത, മറവിയിലാണ്ടുപോകാത്ത പെൺപോരാട്ടങ്ങളുടെ കഥ. ഓർമ്മകളുടെ മ്യൂസിയത്തിലേക്കുള്ള ഒരു സാങ്കല്പിക യാത്ര. ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ. നിന്നെയടച്ചു വളർത്തി പോറ്റാൻ കൂടുകളും പേറി പൊന്നിന്നൂൽ വല വീശിയറിഞ്ഞു കളിക്കുന്നുണ്ടു ചില. നിന്നെയടച്ചു വളർത്തി പോറ്റാൻ കൂടുകളും പേറി പൊന്നിന്നൂൽ വല വീശിയറിഞ്ഞു കളിക്കുന്നുണ്ടു ചില. അവരുടെ കണ്ണിൽ കയ്യിൽ പെട്ടാൽ അവരുടെ കണ്ണിൽ കയ്യിൽ പെട്ടാൽ നീയും നിൻ പാട്ടും നിൻ പൂഞ്ചിറകും പുഞ്ചിരി പോലും നിഷ്പ്രഭമായി തീരും, നിഷ്പ്രഭമായി തീരും. നിന്നെയടച്ചു വളർത്തി പോറ്റാൻ കൂടുകളും പേറി പൊന്നിന്നൂൽ വല വീശിയറിഞ്ഞു കളിക്കുന്നുണ്ടു ചില. നിന്നെയടച്ചു വളർത്തി പോറ്റാൻ കൂടുകളും പേറി പൊന്നിന്നൂൽ വല വീശിയറിഞ്ഞു കളിക്കുന്നുണ്ടു ചില. അവരുടെ കണ്ണിൽ കയ്യിൽ പെട്ടാൽ നീയും നിൻ പാട്ടും നിൻ പൂഞ്ചിറകും പുഞ്ചിരി പോലും നിഷ്പ്രഭമായി തീരും, നിഷ്പ്രഭമായി തീരും. ഫുലാൻ, ഫുലാൻ, ആ വരണ വഴിക്ക് കണ്ടില്ലേ? അതൊക്കെയാണ് ഇനി നമ്മുടെ ബന്ധുജനങ്ങൾ. എല്ലാരും ഇഷ്ടായോ? ആ, ഇഷ്ടാവണം.
ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആ വടക്കേ ഭാഗത്ത് കാണുന്ന മുറി കണ്ടില്ലേ, അതാണ് നമ്മുടെ മുത്തച്ഛൻ്റെ മുറി. തൊട്ടടുത്ത് ചെറിയച്ഛൻ്റെ, പിന്നെ വല്യച്ഛൻ്റെ, പുറകിൽ അമ്മാവന്മാരുടെ മുറികൾ. തെക്കോട്ട് നോക്കിയേ, അതാണ് എൻ്റെ മുറി. ഇനി മുതൽ നിന്റെയും. കേൾക്കണില്ലേ? എല്ലാ മുറികളും എല്ലാ ദിവസവും കൃത്യമായിട്ട് അടിച്ച് തുടച്ച് വെക്കണം. ഈ കട്ട്ലയും ജനലയും വാതിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തിളങ്ങണം, പള പളാന്ന് നല്ല കണ്ണാടി പോലെ. അതേപോലെ തന്നെ എല്ലാ ദിവസവും തലയോണ വിരി, കിടക്ക വിരി, മേശവിരി, കർട്ടൻ, ഇതൊക്കെ കൃത്യമായിട്ട് മാറ്റണം. പിടി എന്താ ചാലേ, ഈ പല്ലിയും പാറ്റയും പഴുതാരയും കൂറയും മാറാലൊക്കെ ഉണ്ടല്ലോ, ഈ പരിസരത്തേക്ക് വരാൻ പാടില്ല. എന്നെ കൊണ്ടേ കൂറ കഷായം ഉണ്ടാക്കിപ്പിക്കണ്ട ഫൂലൻ. കേൾക്കണില്ലേ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഈ വീട്ടില്. ഉദാഹരണം പറഞ്ഞാൽ, മുത്തച്ഛന്റെ ഇഷ്ടമല്ല വല്യച്ഛന്റെ ഇഷ്ടം, വല്യച്ഛന്റെ ഇഷ്ടമല്ല ചെറിയച്ഛന്റെ ഇഷ്ടം, ചെറിയച്ഛന്റെ ഇഷ്ടമല്ല അച്ഛന്റെ ഇഷ്ടം. ഇനി ഇതൊന്നുമല്ല എൻ്റെ ഇഷ്ടം. എൻ്റെ ഇഷ്ടേ അതൊരു വല്ലാത്ത തരം ഇഷ്ട. എല്ലാം ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ നിറത്തിലും മണത്തിലും ഗുണത്തിലും രുചിയിലും അളവിലും ആകൃതിയിലും വലിപ്പത്തിലൊക്കെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട് ഇവിടെ. അതൊക്കെ കൃത്യമായിട്ട് അമ്മയോടോ ചെറിയമ്മമാരോടൊക്കെ ചോദിച്ച് 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 മനസ്സിലാക്കി വെക്കണം. കേൾക്കണില്ലേ? ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. മാസത്തിലെ 7 ദിവസേ അമ്മയും ചെറിയമ്മയും അമ്മായിമാരൊക്കെ ഉണ്ടല്ലോ പുറത്ത് മഞ്ചാടിക്കൊരു പെറുക്കാനായിട്ട്. നിന്റെ ഊഴം വരുമ്പോഴേ നീയും പൊക്കോ, അല്ല നീയും പോണം. കേട്ടോടേ ഫൂലൻ ദേവി. ഇനി അതങ്ങോട്ട് തെറ്റിച്ചാലോ? ഞാൻ നല്ല തമാശ പറയും, ചില തമാശകളൊക്കെ അവിടെ കാണിക്കും. തമാശയുടെ കാര്യത്തിലേ ഞാൻ മുത്തച്ഛന്റെ തനി പകർപ്പാന്ന അമ്മ പറയാറ്. ഇളയമ്മമാർക്കും അത് അഭിപ്രായമൊക്കെ തന്നെയാ. മുത്തച്ഛന്റെ തമാശകൾ കണ്ടും കൊണ്ടും കേട്ടും മുത്തശ്ശി നന്നായിട്ട് ആസ്വദിക്കാറുണ്ടായിരുന്നു അത്രേ. അമ്മയ്ക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടേ. ഇനി നിന്റെ ഊഴ, നിനക്ക് തമാശ കേൾക്കണ്ടേ? വേണ്ടേ? നിന്നെ ഞാൻ തമാശ പറഞ്ഞ് കുടുകുട പൊട്ടിച്ചിരിപ്പിക്കാം. കേട്ടോടെ കൂലടെ ചീമപ്പോത്തെ, എടി 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 വാസക സജ്ജ, സൂര്യൻ ഉണരും മുമ്പേ ഉണരണം. എന്നിട്ടോ എല്ലാ കുളിമുറിയിലും കുടങ്ങളിൽ വെള്ളം കൈകൊണ്ട് ഇങ്ങനെ കോരി 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 നിറയ്ക്കണം. പിടിക്ക്, എടി എടി എരിക്കില്ല കാമോതിരി. പിന്നെ നിന്റെ കയ്യിൽ കുറ്റിച്ചൊല്ലുണ്ടല്ലോ, അതുകൊണ്ട് മുറ്റവും ചുറ്റോറും പറമ്പൊക്കെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി വെക്കണം. ഒരു ചെറിയ പുളിയുടെ ഇലയുടെ കരട് ഞാൻ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ, പിന്നെ ഇവിടെ തമാശയുടെ അയ്യരും കളിയായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അതേപോലെ തന്നെ എന്റെയും മുത്തച്ഛന്റെയും വല്യച്ഛന്റെ ഒക്കെ വസ്ത്രങ്ങളുണ്ടല്ലോ, കൈകൊണ്ട് തന്നെ അലക്കി 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 വെളുപ്പിക്കണം. അതാണ് ശീലം. അതങ്ങോട്ട് തുടർന്നാ മതി കേട്ടാ. ഇത് നോക്കടി, ഇത് നോക്ക്, ഇതുപോലൊരു കിണ്ണേ, ഇതുപോലൊരു വെള്ളിക്കിണ്ണം നീ കണ്ടിട്ടുണ്ടാ? ഇതിനു മുമ്പ് ഉണ്ടാവില്ല. ഇത് കണ്ടപ്പോഴേ നിന്റെ കണ്ണും മഞ്ഞളിച്ചില്ലേ, മഞ്ഞപ്പോത്തെ. ഇപ്പൊ നിന്റെ കോലെന്താ? ഇതിന് പട്ടി വെള്ളം കുടിക്കോ? കൊണ്ടുപോയി മോറി വെക്കരുത്. എന്നാ ഇതും കൂടെ മോറ് പിടിക്കാനുണ്ട്. അയ്യോ, ഒരെണ്ണത്തിനങ്ങോട്ട് ഒക്കത്ത് കയറ്റിപ്പിടിക്കും, അവളെ അങ്ങോട്ട് തൂങ്ങി. അപ്പൊ ഒരു 4 ബെറ്റ എന്താ ഉള്ള അവസ്ഥ? പോത്തെ ഒരു 10 ബെറ്റ നീ അങ്ങോട്ട് ചാവോ? നിന്നെ ഞാൻ പെറിപ്പിക്കാടി, നിന്നെ ഞാൻ വീട്ടിൽ പെറിപ്പിക്കാം 10 കേട്ടാ. നിനക്ക് ഞാൻ അണ്ടിപ്പറ കൊല്ലം കൊല്ലം വൃത്തി കേട്ടവളെ. കാണാൻ വന്നപ്പോഴേ എന്തായിരുന്നു ഉള്ളൊരു ഗരിമ. ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോഴേ മനസ്സിലായത് എല്ലാം വെച്ച് കിട്ടാണെന്ന്. ചതിച്ചതല്ലേ നീ ആ കഷായ കണ്ടനും? എന്തൊക്കെ പ്രലോഭനങ്ങളായിരുന്നു അവന്. ആന, ചേന, പൂന, മത്തി, മാറാല വൃത്തിയായിട്ടോളെ, ശ്രദ്ധയില്ലാത്തവളെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അവനും വെച്ചിട്ടുണ്ട്. അവൻ കൊണ്ട് തന്നില്ലേ, പൊടുത്തി തന്നില്ലേ അവൻ. എന്താണെന്നറിയോ?
നല്ല കാഞ്ഞിരത്തിന്റെ പേരില്ലേ, അതുകൊണ്ട് കിണ്ടി കഷായം നിന്റെ അവന്റെ അണ്ണാക്കിൽ ചേർത്താടി. മോളെ പറ. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ പെൺകുട്ടിയായോണ്ട് വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആരാ മോളോട് ഇതൊക്കെ പറയണേ? സ്കൂളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും എന്തിനാ അമ്മ വേറെ വേറെ ഇരുത്തണേ? ടീച്ചർ പറയുന്നേ ആൺകുട്ടികളും പെൺകുട്ടികളും തൊടാൻ പാടില്ല. ടീച്ചർ അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു. അപ്പൊ അച്ഛനും കണ്ണേട്ടനും എന്നെ തൊടുന്നതോ? അവരെ കെട്ടിപ്പിടിച്ചിട്ടല്ലേ ഞാൻ കിടന്നുറങ്ങണേ. പിന്നെ ഈ ടീച്ചർ എന്താ ഇങ്ങനെ പറയുന്നേ? അമ്മേ, ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? ജോലിയാണോ? അമ്മയുടെ പോലെ ശമ്പളം കിട്ടുന്ന ജോലി? അമ്മയോട് ചോദിക്കുന്ന പറ. കഴിഞ്ഞോ നിന്റെ സംശയങ്ങള്? അതല്ല, ഈ രാത്രിയൊക്കെ കാണാൻ എന്ത് ഭംഗിയാ. നല്ല തണുപ്പും ചന്ദ്രനും നക്ഷത്രങ്ങളും പിന്നെ കുറേ മിന്നണ ലൈറ്റുകളും എന്തൊക്കെയാ. അതേലോ, നല്ല രസല്ലേ? അപ്പൊ മുത്തശ്ശി പറയാറുണ്ടല്ലോ പെൺകുട്ടികളായ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന്. രാത്രി പുറത്തു പോയാ കോക്കാൻ പഠിക്കൂന്ന്. ആരമ്മീ കോക്കാൻ? ഞാൻ പുറത്തു പോയാ എന്നെയും പിടിക്കോ? മോള് വാ, മോളക്ക് അമ്മ പറഞ്ഞുതരാം. കോക്കാന്മാരുടെ ലോകാ മോളെ ഇത്. ആകാശത്ത് ചിറകടിച്ച് പറക്കണ കിളികളെയൊക്കെ ചിറക് മുറിച്ച് കൂട്ടിലാക്കി സന്തോഷിക്കണം. ഈ ലോകം മുഴുവൻ അവരുടെ മാത്രമാണെന്ന് അഹങ്കരിച്ച് നടക്കണ കോടാനുകോടി കോക്കാന്മാരുടെ ലോകം. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണത്രേ ഈ ലോകത്ത് പെൺകുട്ടിയോള്. പേടിത്തൊണ്ടന്മാരാ മോളെ, ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ മതി, അലിഞ്ഞില്ലാണ്ടാവും. അയ്യോ, മോള് പേടിക്കണ്ട, മോളെ ആരും ഒന്നും ചെയ്യില്ല. ഈ കോക്കാന്മാരെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ച കുറേ പെൺകുട്ടികളുടെ, മോളെ പോലെയും അമ്മയെ പോലെയുള്ള കുറേ പെൺകുട്ടികളുടെ കഥകളൊക്കെയുള്ള ഒരു സ്ഥലം കാണിച്ചു തരട്ടെ? ബാ. ദേ നോക്ക്, ഒരു മ്യൂസിയം.
എന്തായി? പ്രതിജ്ഞയൊക്കെ പഠിച്ചോ? ഇല്ലേ? ഈയിടെയായി നിന്റെ കൊമ്മലയും അഹമ്മദിയൊക്കെ കുറെ കൂടുന്നത് കേട്ടോ. എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് പഠിക്കാനുള്ളതെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. ഒരു കാര്യം ഒരു തവണ കേട്ടാൽ, ഇങ്ങോട്ട് നോക്കാം, ഒരു തവണ കേട്ടാൽ ഉടനെ ഹൃദ്യസ്ഥമാക്കണം. കേൾക്കുന്നുണ്ടോ? നിന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞിരിക്കാൻ എന്റെ കയ്യിൽ സമയമില്ല. കൊച്ചുകുട്ടി ആയതുകൊണ്ടാ പിണങ്ങിയോ? അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാമല്ലോ. ഊതിയപ്പ പ്രതിജ്ഞ. ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത്. അഭിപ്രായം പറയരുത്. കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കരുത്. മാസത്തിൽ 7 ദിവസം മഞ്ചാടിക്കുരു പെറുക്കണം. മുടി അഴിച്ചിട്ട് നടക്കരുത്. എല്ലുമുറിയെ പണിയെടുക്കണം. മുഖം താഴ്ത്തി നടക്കണം. നേരം പുലരുമ്പോ എഴുന്നേക്കണം. പെണ്ണുങ്ങളായാൽ അടക്കം വേണം. പെണ്ണുങ്ങളായാൽ ഒതുക്കം വേണം. പുരുഷന്മാരെ അനുസരിക്കണം. ചിരിച്ചുകൊണ്ട് പറ. പുരുഷന്മാരെ അനുസരിക്കണം. ചൂളം വിളിക്കരുത്. എന്നാലൊന്ന് ചൂളം വിളിച്ചേ. ചൂളം വിളിക്കരുത് പറഞ്ഞിട്ടില്ലേ? ചൂളം വിളിക്കാനല്ലോ. അഭിപ്രായം പറയരുത്. ആരോട്? പുരുഷന്മാരോട് അഭിപ്രായം പറയരുത്. അയ്യോ, മിച്ചം വന്നത് കഴിച്ചുണ്ടാക്കിയ ശരീരം എന്നെ മുടിപ്പിക്കാനായി ഇറങ്ങിയ കുറെ പണ്ടാറപ്പാവകൾ പോന്ന് തിന്ന് നശിപ്പിക്കാനായിട്ട് ഡോൾസ് ഹൗസ്. ഇനി ഇവളുമാരൊക്കെ മെനയാക്കി എടുക്കണ്ടേ? എത്ര ലോഡ് പുട്ടി വേണ്ടി വരും? നൗ ഇറ്റ് ഈസ് പുട്ടിങ് ടൈം. ഒതുങ്ങിയതില്ലേ? കാലൊക്കെ വൃത്തിയാക്കി വെക്കും. പറയുന്നതും ചെയ്യുന്നതും വേറെ. മാറ്റിപ്പിടി പോകാം. നിന്റെ ചൂളം വിളി. മിച്ചം വന്നതേ കഴിക്കാവൂ. കഴിച്ചിട്ട് പരിവമായി ഒതുക്കി വെക്കും. ഇങ്ങനെ വെച്ചാലേ ആൾക്കാർക്ക് മുഖം കാണുള്ളൂ. ലക്ഷണം കെട്ടത് ഒന്നും അറിയില്ല. അയ്യോ, എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ. മാറയിലെല്ലാം പിടിച്ച് കിടക്കണ കിടപ്പ് കണ്ടില്ലേ? കൊച്ചു കുഞ്ഞാ, വലുതാവുമ്പോഴേ ഇവളുമാരെ പോലെ കുരുത്തം കെട്ടതാവണം കേട്ടോ നീയും. ഇപ്പോഴേ കാണാനൊരല്പം മെനയൊക്കെ ഉണ്ടല്ലേ? വല്ലാണ്ട് ചിരിക്കണ്ട. ഊതിയപ്പാ. ശരി ശരിക്കും ചെപ്പ് തെറ്റിക്കും.
ഇത്തവണ ലേലം പൊടി പൊടിക്കും. Come. Quick. Clear അല്ലേ? Perfect, thank you. Hello. Thank you. Ladies and gentlemen, am I audible? എന്നെ കേൾക്കാവല്ലോ? താങ്ക് യു വെരി മച്ച്. പ്രിയ സുഹൃത്തുക്കളെ, ഡോൾസ് ഹൗസ് കമ്പനിയുടെ 13ാമത് ലേലത്തിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഹാർദവമായ സ്വാഗതം. ഒരു ഓളം ഉണ്ടാക്കണ്ടേ? കൈയടിക്കും. ഇതിന്റെ ബട്ടൺ എവിടെയാ? കണ്ട, ഞാനിങ്ങനെ ലൈറ്റൊക്കെ മിന്നിക്കുന്നു. ഒന്ന് കൈയടിക്കും, ഒന്നൊരു ഉഷാറായിരിക്കട്ടെ, ഒന്ന് കൊഴുക്കട്ടെ. പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഒരിക്കൽ കൂടി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 12 വർഷങ്ങളിൽ ഇതുപോലെ തന്നെ ഒരുപാട് നാളത്തെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഞാൻ കണ്ടെത്തിയ അത്യപൂർവ ഇനം പാവകളുടെ, അത്ഭുത സിദ്ധിയുള്ള പാവകളുടെ ലേലമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ബിഡേഴ്സ് എല്ലാവരും ബിഡിംഗ് ഫോർമാലിറ്റീസ് കഴിഞ്ഞ് ലേലത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ദ ഷോ ടു സ്റ്റാർട്ട് വിത്ത് എ ബിഗ് ബാങ്, ദ മോസ്റ്റ് ചാമിംഗ് വശീകരണി പാവ. Come on, yarara. Diaro pekacandram. Berarti lavre candram. Vokaci. Ara diria. Darara diria. Apa? Yes. പ്രിയപ്പെട്ടവരെ, പുരുഷ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമുക്ക് ഉപകാരപ്രദമാവുന്ന പാവ. സ്പോർട്സിൽ, ബിസിനസ്സിൽ, രാഷ്ട്രീയത്തിൽ, അങ്ങനെ സൂര്യന് താഴെയുള്ള സർവ്വതിനെയും വശീകരിക്കാൻ പ്രാപ്തിയുള്ള എന്റെ വശീകരണി പാവിന്റെ അടിസ്ഥാന വില കേവലം 4 ലക്ഷം രൂപയാണ്. സുഹൃത്തുക്കളെ, 5 ലക്ഷം. ആരാണത്? 5 ലക്ഷം. ഓ, മദ്രാസിലെ സിനിമാ രംഗത്തെ സിംഗം ശ്രീമാൻ അഴകപ്പ ചെട്ടിയാർക്ക് ഡോൾസ് ഹൗസ് കമ്പനിയുടെ 13ാമത് ലേലത്തിലേക്ക് സ്വാഗതം. കടന്നു ഒരു ചെട്ടിയാർ வாழ்க. Come on. Cheer up, ചെട്ടിയാർ. മിസ്റ്റർ ചെട്ടിയാർ. എന്റെ മറ്റു ബിഡേഴ്സിന് വേണ്ടി താങ്കളെ ഒന്ന് പരിചയപ്പെടുത്താമോ? சென்னையிலிருந்து வர சவுத் இந்தியால பெரிய film producer, நிறைய படங்கள் பண்ணிருக்கேன். என்ன தோணி, தங்க தோணி, நீல தும்பிகள், சுகந்தவல்லி, மோகவல்லி, அமைதி எல்லாமே நம்ம ரசிகர் தான். புதுசா வந்து பண்ணிருக்கேன். பேர் என்ன தெரியுமா? என்ன? நீங்கள் எக்ஸைட்டட் ஆயிடுச்சு. சொல்றேன், மான்பேட குருபாவா. മിസ്റ്റർ ചെട്ടിയാർ, താങ്കൾക്ക് എന്തിനാണ് എന്റെ ഈ വശീകരണി പാവയെ? അത് കേൾവി. എൻകിட்ட ഒരു പ്ലാൻ മെഗാ. ഇങ്ങ വാங்க சொல்றேன். அந்த மலையாளம் ஆக்டர்ஸ் இல்லையா, அவங்க எல்லாரும் சேர்த்து எனக்கு பெருசா ஒரு படம் பிடிக்கணும். மெகா ஃபிலிம். நல்ல பிளான். ஆனா அவர் டேட் கிடைக்கவே இல்ல. அவர் ரொம்ப பிஸி இல்ல. நீங்களும் அந்த நியூஸ் பார்த்துட்டு தானே இருக்கே. ஆனா இந்த மாதிரி இந்த அழகான குழந்தை மாதிரி இந்த அழகான குழந்தை மாதிரி ஒரு பொம்மை என்கிட்ட கிடைச்சா அந்த டேட் எல்லாம் எனக்கு தானோ வந்துடும். இப்போ இதுதானே ട്രെൻഡ്. കലക്കൻ ചോയ്സ് മിസ്റ്റർ ചെട്ടിയാർ, കലക്കൻ ചോയ്സ്. ഇനി മുതൽ നിങ്ങളുടെ വീടിന് മുന്നിൽ മലയാള സിനിമാ നടന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാവട്ടെ. 1 തരം, 2 തരം, 3 തരം. താങ്ക് യു. സുഹൃത്തുക്കളെ, അടുത്തതൊരു അത്ഭുതമാണ്, മഹാത്ഭുതം. നമ്മുടെ നാട്ടിൽ ജനസംഖ്യ വളരെ കുറവാണ്. സ്ത്രീകൾ പ്രസവിക്കുന്നില്ല. പ്രസവിച്ച സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പാലൂട്ടി പോറ്റി പരിപാലിച്ച് വളർത്തുന്നുമില്ല. അതിനായി ഞങ്ങളുടെ പ്രതിവിധി ഒരു പ്രത്യേകതരം ഫെർട്ടൈൽ പാവ, ചടുല പ്രസവിണി. കണ്ണടച്ച് തുറക്കും മുമ്പേ ഗർഭിണിയാവാൻ ശേഷിയുള്ള, വീണ്ടും കണ്ണു തുറക്കുമ്പോൾ പ്രസവിക്കുന്ന ചടുല പ്രസവിണി. Come on doll, show your talent, exhibit your talent.
What a preparation. Yes, going. Cheer up. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പ്രസവിക്കുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് പ്രസവിക്കുക മാത്രമല്ല കുഞ്ഞുങ്ങളെ പോറ്റി പരിപാലിച്ച് വളർത്താൻ ശേഷിയുള്ള എന്റെ ചടുല പ്രസവണിയുടെ അടിസ്ഥാന വില കേവലം 6 ലക്ഷം രൂപയാണ് സുഹൃത്തുക്കളെ. 7 ലക്ഷം. ആരാണത്? ഓഹോ, കേരളത്തിന്റെ പുരുഷ സൗന്ദര്യ സങ്കല്പം, പ്രതീകം, വെടിക്കല കഞ്ഞി പിഴിഞ്ഞ എരിക്കില ദാമോദരൻ തറവാടി. തറവാടി. നമസ്കാരം. അധികം വർത്താനൊന്നും വേണ്ട. കുട്ടി ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു തരം, 2 തരം, 10 ലക്ഷം. അവിടെ നിൽക്കുക. 10 ലക്ഷം. ആരാണിത്? ഓഹോ സുഹൃത്തുക്കളെ, കേരളത്തിന്റെ വടക്കേ അറ്റത്തും ഇതാ ഒരു അരോഗ ദൃഢഗാത്രൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചന്ദന മരങ്ങൾ നട്ടു നനച്ചു വളർത്തി വെട്ടിവിറ്റ് കൊടീശ്വരനായ തടി കൊണ്ടൊരു പ്രക്ഷേപണ നിലയം തന്നെ തീർത്ത ശ്രീമാൻ ത്രിവിക്രമൻ. പ്രാവല്ലേ? പോട്ടെ മിസ്റ്റർ ത്രിവിക്രമൻ, പറയൂ നിങ്ങൾക്ക് എന്തിനാണ് എന്റെ ഈ ചടുല പ്രസവണിയെ? ഓ ത്രിവിക്രമൻ, 3 മംഗലം. അയ്യോ, പിന്നെ നാലാമതൊരു മംഗലം കഴിച്ചിട്ട് ഓള് പേറാനും നടക്കില്ല. അപ്പോ അങ്ങനെ നിൽക്കുമ്പോ നമ്മള് വീട്ടിന്റെ അടുത്ത് ഒന്ന് പോയി നോക്കണോന്ന്. കാലക്കൻ ചോയ്സ് അല്ലേ ത്രിവിക്രമൻ? അപ്ലൈ ചെയ്താൽ റിപ്ലൈക്ക് മുമ്പേ സപ്ലൈ ചെയ്തു. ഇൻസ്റ്റന്റ് ഡെലിവറി ഡോൾ. 1 തരം, 2 തരം, 3 തരം. Have plenty of babies and enjoy your life. പ്രിയ സുഹൃത്തുക്കളെ, ലക്ഷങ്ങളുടെ വിലകളുള്ള പാവകളുടെ ലേലം നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കായത് ഒരു ഗംഭീര ഓഫർ. കേവലം 50,000 രൂപയ്ക്ക് തന്റെ ഇടമുള്ള നിലപാടുള്ള ഒരു പാവ. 50,000 രൂപയാണ്. കമോൺ, വിളിക്കൂ. 50,000 രൂപയ്ക്ക് തന്റെ ഇടമുള്ള നിലപാടുള്ള ആർജവമുള്ള ഒരു പാവ. മഹാനായ വിശ്വ സാഹിത്യകാരൻ ഇബ്സന്റെ നോറ പാവ. കമോൺ, വിളിക്കൂ. ഇബ്സനെ വായിച്ചു മസ്തിഷ്കം മരവിച്ചിരിക്കുന്ന ബുദ്ധിജീവികളെ നിങ്ങൾക്ക് വിളിക്കാം. വേണ്ടേ? ആർക്കും മിസ്റ്റർ എരിക്കില്ല, നിങ്ങൾക്ക് വേണ്ടേ? കൊണ്ടുപോയിക്കോളൂ. 50,000 രൂപയല്ലേ ഉള്ളൂ. ചെട്ടിയാർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മലയാളം ഇൻഡസ്ട്രിക്ക് വേണ്ട ആളാണ്. നട്ടലുള്ള ആർജവമുള്ള ഒരാൾ. വിളിക്കൂ. കേവലം 50,000 രൂപയാണ്. ടേക്ക് ദ ഓപ്പർച്യൂണിറ്റി, ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി എവരിവൺ പ്ലീസ്. ആർക്കും വേണ്ടേ? ഇറ്റ് ഈസ് സോ ഡിസപ്പോയിന്റിംഗ്. കീറിപ്പൊടി വൃത്തികെട്ടവളെ, തടിച്ച് ആർക്കും വേണ്ടാത്ത വൃത്തികെട്ട പാവ. എക്സ്ക്യൂസ് മീ ഫോർ മൈ ലാംഗ്വേജ്. ഒരുപാട് നാളായി ഞാൻ ലേലം നടത്തുന്നു. ആദ്യമായാണ് വിളിക്കാൻ ആളില്ലാത്ത ഒരു പാവ. ബട്ട് that happens sometimes and I have plenty of other options. The next one on the ramp is Sarvam Saha Pava. Come on, dirge uro brihada vega badveva bha. എന്റെ പ്രിയപ്പെട്ട പുരുഷ കേസരികളെ, നമ്മളിൽ ആർക്കാണ് ഇത്തരം ഒരു പാവയെ വീട്ടിൽ വേണ്ടാത്തത്? ഈ പാവയെ നമുക്ക് തൊഴിക്കാം, തല്ലാം, തുപ്പാം, പുച്ഛിക്കാം, കടിക്കാം, പിച്ചാം, അടിക്കാം, ഇടിക്കാം. എന്തിനേയും ചിരിച്ചുകൊണ്ട് നേരിടുന്ന സർവം സഹപ്പാവയുടെ അടിസ്ഥാന വില കേവലം 5 ലക്ഷം രൂപയാണ്. 10 ലക്ഷം. ആരാണത്? ഓ, ലോകത്തിലെ സ്വർണ്ണ വ്യാപാരികളിൽ പ്രമുഖൻ,
സ്വന്തമായി സ്വർണ്ണ ഖനികളുള്ള, ആ ഖനികളിൽ സ്വന്തമായി ഇടയ്ക്കിടയ്ക്ക് ഖനനം നടത്തുന്ന, നവദ്വാരങ്ങളിലൂടെയും സ്വർണം കടത്താൻ പ്രാപ്തിയുള്ള, പ്രാവീണ്യമുള്ള, പ്രാഗൽഭ്യമുള്ള, ശേഷിയുള്ള, മിടുക്കുള്ള, കപ്പാസിറ്റിയുള്ള, കടത്തി എത്ര കടത്തിയാലും പിടിക്കപ്പെടാത്ത കടത്തുകാരന്റെ മകൻ കടത്ത് ജോഡി. പത്ത് ലക്ഷം ഒരു തരം, 10 ലക്ഷം 2 തരം, 15 ലക്ഷം. ആരാണത്? ഒരു ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ അതികായൻ, പാവപ്പെട്ട മനുഷ്യരുടെ ശരീരത്തിലേക്ക് കോടാനുകോടി വാക്സിനുകൾ കയറ്റി അയച്ച് കുടീശ്വരനായി മാറിയ ഫാർമസ്യൂട്ടിക്കൽ കിങ് പത്മദളാക്ഷേ. പത്മദളാക്ഷൻ 15 ലക്ഷം 15 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം 40 ലക്ഷം 50 ലക്ഷം 70 ലക്ഷം 1 കോടി 1 കോടി 1 കോടി. ഓടാ 1 കോടി ഡബിൾ. ഓക്കെ, 1 തരം 2 തരം 3 തരം. Come on, enjoy your life. ചവിട്ടു തുപ്പു. പ്രിയപ്പെട്ടവരെ, അടുത്തതും ഒരു അത്ഭുതമാണ്, കുഞ്ഞത്ഭുതം. എ പ്രോപ്പർ ഡൊമസ്റ്റിക് ഹെൽപ്പർ. ഇത്തരം ഒരു പാവയെ ഏത് പുരുഷനാണ് വീട്ടിൽ വേണ്ടാത്തത്? വീട്ടിലെ സർവമാന ജോലികളും ഒരു മടുപ്പുമില്ലാതെ, ഒരു വിദ്വേഷവുമില്ലാതെ, ഒരു വെറുപ്പുമില്ലാതെ, ഒരു മുറുമുറുപ്പുമില്ലാതെ ചെയ്തു തീർക്കുന്ന സർവപണി വല്ലഭ ഭാവ. എക്സ്ട്രാ ബാക്ക് എനർജി പാക്ക് ആണ്. ഒരു തവണ ചാർജ് ചെയ്താൽ 5-6 ദിവസം നിൽക്കും. കേവലം 5 ലക്ഷം രൂപയാണ്. 5,6,000. ആരത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റെസ്റ്റ് ഹൗസുകളും ഗസ്റ്റ് ഹൗസുകളുമുള്ള, ആ ഗസ്റ്റ് ഹൗസുകളിൽ സ്വന്തമായി ഗസ്റ്റുകളെ കൊണ്ടുപോയി ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന മിസ്റ്റർ വാതോര ഫ്രം വാടാനംകുറിശി. Come on. മിസ്റ്റർ വാതോര എന്ന് പറയൂ, താങ്കൾക്ക് എന്തിനാണ് എന്റെ ഈ സർവപണി വല്ലഭ ഭാവയെ? ഒരു 10 വയസ്സ് ശമ്പളം കൊടുക്കണ്ട, തിന്നാനും കുടിക്കാനും വേണ്ട, ക്ഷീണോട്ട ഇല്ലേലും പുസ്ത്രമോട്ട വേണ്ട, വീടും കുടിയും പട്ടപ്പരയും ബംഗ്ലാവും എല്ലാം നോക്കി നടന്ന ഒരു പട്ടക്കുട്ടി വേണ്ടേ പറയണേ. എന്റെ വാതോര, നീ പറഞ്ഞത് സത്യം ശരി. പക്ഷെ 6 റുപ്യ കൂട്ടി പിടിച്ചില്ല. എവിടെ നായോ? എനിക്ക് വേണ്ട, നടക്കും വേണ്ട. 12 റുപ്യ പിടിക്കുന്നീ. 5,12,000, 6,12,000. 1 തരം 2 തരം 3 തരം. പ്രിയപ്പെട്ടവരെ, മ്യൂസിക് ഡൗൺ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സർവപണി വല്ലഭ ഭാവയോട് കൂടി ഡോൾസ് ഹൗസ് കമ്പനിയുടെ 13ാമത് ലേലം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ലേലത്തിൽ എന്നോട് സഹകരിച്ച എല്ലാവർക്കും കമ്പനിയുടെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഈവനിംഗ് ടു എവരിവൺ. താങ്ക് യു. ഒരു നിമിഷം. ഹായ്. യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സുഹൃത്തെ, ഞാൻ താങ്കളുടെ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ സമയം കഴിഞ്ഞിരിക്കുന്നു. തികച്ചും നിരാശനാണ്. എന്തു പറ്റി? എന്തെല്ലാം കോപ്രായങ്ങളാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്, എന്തെല്ലാം വൃത്തികേടുകളാണ് പറയുന്നത്. നിങ്ങളിവിടെ നിരത്തി വച്ച പാവകളിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഗുണഗണങ്ങളുള്ള ഒരു പാവ പോലുമില്ല. കഷ്ടം. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ ഹെൽമർ. ഹെൽമർ? യെസ്. അങ്ങനെ ഒരു പേര് എന്റെ ബിഡേഴ്സ് ലിസ്റ്റിൽ ഇല്ലല്ലോ സർ. യു ആർ മിസ്റ്റേക്കൻ മാൻ. ബിഡേഴ്സ് ലിസ്റ്റിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത പേരെന്റേതാണ്. തോർവാൾഡ് ഹെൽമർ. തോർവാൾഡ് ഹെൽമർ? യെസ്. ഓ മിസ്റ്റർ തോർവാൾഡ് ഹെൽമർ, ഐ ആം സോറി, ഇറ്റ്സ് മൈ ബാഡ്. താങ്കൾക്ക് എന്ത് തരം പാവകളെയാണ് വേണ്ടത്? നൗ യു ആർ. യെസ്.
എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന, കുലീനയായ, നോ, സമചിത്തതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന, ഓഹോ സുന്ദരിയായ, നോ, ഉയർന്ന ചിന്താശേഷിയോടെ, മനസ്സിലായി, നല്ല അടക്കവും ഒതുക്കവും ഉള്ള, no, not at all. പരസ്പരം മനസ്സിലാക്കുന്ന മനുഷ്യസ്നേഹിയായ ഒരു പങ്കാളിപ്പാവയാണ് എനിക്ക് ആവശ്യം. ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ടെങ്കിൽ 10 കോടി മുതൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന മോഹവില നൽകി ആ പാവയെ സ്വന്തമാക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു പാവയില്ല. മിസ്റ്റർ ഹെൽമർ, സോ സോറി ടു കട്ട് യു ഓഫ്. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. Why? കാരണം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം വളരെ വിചിത്രവും കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. എന്തൊക്കെയാ? പങ്കാളിപ്പാവ, ഉയർന്ന ചിന്താഗതി, റബിഷ്. ഇതെല്ലാം ഒരു ഗുണങ്ങളാണ്. മാത്രവുമല്ല, ഇന്നത്തെ കാലത്ത് ആർക്കാണ് ഇത്തരം പാവകളൊക്കെ വേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ വന്നതിൽ എന്തായാലും സന്തോഷമുണ്ട്. എന്റെ സമയം മെനക്കെടുത്താതെ പോകുന്നു. ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. So sad, It's okay. man. പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ അങ്ങനെ ഒരു പാവയാവാം. ഉയർന്ന ചിന്താശേഷിയുള്ള, തുല്യതയിൽ വിശ്വസിക്കുന്ന, സമചിത്തതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു പങ്കാളിപ്പാവ. ഓ നോറ, മൈ ഡിയർ, നീ ഇത്രയ്ക്ക് മൂല്യങ്ങളുള്ള ഒരു പാവയാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയല്ലോ മോളെ. ഐ ആം സോ സോറി. മിസ്റ്റർ ഹെൽമർ, Yes. നിങ്ങൾ പറഞ്ഞ എല്ലാ മൂല്യങ്ങളുള്ള പാവ, ഇബ്സന്റെ നോറപ്പാവ, ഞങ്ങളുടെ നോറപ്പാവ, ഇതാ നൽകുന്നു. നിങ്ങൾ പറഞ്ഞ വിലക്ക് കൊണ്ടുപോയാട്ടെ. Welcome. ഒരു തരം ക്ലിയർ ഇറ്റ് ഓഫ്. 2 തരം മൂന്ന് തരം. നോറ, നോക്കൂ, ഇതാണ് നമ്മുടെ ഭവനം. ഇവിടം നമുക്ക് സ്വർഗതുല്യമാക്കി മാറ്റണം. നോറ, പ്രിയപ്പെട്ടവളെ, ഞാൻ എത്ര ഭാഗ്യവാനാണ്. നിന്നെ പോലെ എല്ലാം തികഞ്ഞൊരു പങ്കാളിയെ എനിക്ക് ലഭിച്ചതിന് ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? തികച്ചും സന്തോഷവാനാണ് ഞാൻ. വരൂ പ്രിയേ, സുന്ദരമായ ഈ രാവിൽ നമുക്കൊന്നിച്ച് നൃത്തം ചെയ്യാം. നോറ, ഇന്ന് ഒരവധി ദിവസമല്ലേ? നീ അതെങ്ങനെ ചിലവഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? അത് നിനക്ക് കളികൾ ഇഷ്ടമല്ലേ? അതെ. എങ്കിൽ നമുക്കൊരു രസികൻ കളി കളിച്ചാലോ? കളിക്കാം. എങ്കിൽ വാ. ആ. Yes. Yes, my dear Lord. Don't be hurry, don't be hurry. Yes. ഈ കളികൾ കളിച്ചുകൊണ്ട് നമുക്ക് ഈ വീടൊന്ന് വൃത്തിയാക്കിയാലോ? വീടാകെ പൊടി പിടിച്ചു കിടക്കും.
നോറ, ആ ജനൽ ചില്ലുകൾ ഹാ. ദാ ഇവിടെ. ആ, ഹേയ്, വാതിൽ പടികൾ. ഏയ്, നോറ, പാത്രങ്ങൾ കിടക്കുന്നു. മൈ ഡിയർ നോറ, വസ്ത്രങ്ങൾ മുഷിഞ്ഞു കിടക്കുന്നു. ആ, 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 ആ. നീ തളർന്നിരിക്കുന്നു നോറ. തളർന്നിരിക്കുമ്പോഴെല്ലാം ഞാൻ നിന്റെ ചായയെ കുറിച്ച് ഓർക്കാറുണ്ട്. ഏറ്റവും രുചികരമായ കടുപ്പമുള്ള ചായ. ഹോ, എന്തൊരു ഊർജമാണതിനെന്ന്. ശരിക്കും ശരിക്കും. എന്നാൽ ഞാനൊരു ചായ എടുക്കട്ടെ? ആവട്ടെ. ആ, കടുപ്പമുള്ള ചായ. ആ ആ. ആ. ഓ, താങ്ക് യു ഡിയർ. എന്തൊരു ഉന്മേഷം. നോറ, ഇനി നീ കുടിച്ചു നോക്ക്. ഇത് കുടിച്ചാൽ നിന്റെ ക്ഷീണം മാറും. വേണ്ട ഹെൽമാർ, എനിക്ക് കടുപ്പമുള്ള ചായ ഇഷ്ടമല്ല. എനിക്ക് കടുപ്പമുള്ള ചായ ഇഷ്ടമാണ്. എന്തെന്നാൽ ഒരിക്കൽ കടുപ്പമുള്ള ചായ കുടിച്ചാൽ പിന്നെ അത് മാത്രമേ കുടിക്കൂ. നീ ഇത് കുടിച്ചാൽ നിന്റെ ക്ഷീണം മാറി കൂടുതൽ ഊർജത്തിൽ നിനക്ക് നൃത്തം ചെയ്യാൻ. വരൂ നോറ, കുടിക്കേ കുടിക്കേ. ആ. ആ, കണ്ടോ നോറ, ഇപ്പോൾ നിന്റെ ക്ഷീണം മാറി വരുന്നു. ഇനി നിനക്ക് കൂടുതൽ ഊർജത്തിൽ നൃത്തം ചെയ്യാനാകും. നൃത്തം ചെയ്യൂ നോറ, നൃത്തം ചെയ്യേ. ഞാൻ ആസ്വദിക്കട്ടെ. കൂടുതൽ ഊർജത്തിൽ. മതി. ഇപ്പോൾ നീ ശരിക്കും തളർന്നിരിക്കുന്നു. ഈ തളർച്ച മാറ്റാൻ നമുക്കൊരു ഡിന്നറിന് പോകാം. നീ പോയി വേഷം മാറി വാ. ആ, ഹാ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോളൂ. എന്നാൽ പുതുതായി വാങ്ങിയ വെള്ളയിൽ നിറയെ മഞ്ഞപ്പൂക്കളുള്ള ഉടുപ്പിടാം അല്ലേ? വെള്ളയിൽ നിറയെ മഞ്ഞപ്പൂക്കളുള്ള ഉടുപ്പ്, അത് മനോഹരമാണ്. പക്ഷേ ഞാൻ നിനക്ക് സമ്മാനിച്ച ആ ചുവന്ന ഗൗൺ, അത് ധരിച്ചാൽ നീ ഒരു മാലാഖയെ പോലെയാകും നോറ. ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ചുവന്ന ഗൗൺ ധരിച്ച് ഒരു മാലാഖയെ പോലെ നീയും കൂടെ ഞാനും എൻ്റെ സൗഹൃദങ്ങൾക്കിടയിലൂടെ ഒഴുകി നീങ്ങുന്നത് എൻ്റെ മാത്രം നോറ. ഹെൽമറുടെ നോറ. യെസ് മൈ ഡിയർ നോറ, ദിസ് ഇസ് ഫോർ യു. ആ, ഇത്. ആ. എന്റെ മാലാഖ, മനോഹരിയായിരിക്കുന്നു നീ, എന്റെ സുന്ദരി പാവ. നിനക്ക് കണ്ണ് തട്ടാതെ പോട്ടെ. നോറ, ഇത്ര മനോഹരമായ വസ്ത്രം ധരിച്ചിട്ടും നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? നീ എന്താ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്തത്?
ഒന്ന് ചിരിക്കുന്നോറ, ഞാൻ കാണട്ടെ. ദാ ഇങ്ങനെ ചിരിക്കേ, നൃത്തം ചെയ്യേ, ചിരിക്കേ, നൃത്തം ചെയ്യേ, ചിരിക്കേ, നൃത്തം ചെയ്യേ, ചിരിക്കേ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? നിനക്കെന്താണ് എന്നോട് പറയാനുള്ളത്? ഈ വീട്ടിൽ നടക്കുന്നതൊന്നും എന്റെ ഇഷ്ടത്തിനല്ല. നോക്കൂ, നിങ്ങൾ എന്നോട് ഈ ചുവന്ന ഗൗൺ ധരിക്കാൻ പറയുന്നു, കടുപ്പമുള്ള ചായ കുടിക്കാൻ പറയുന്നു, ഈ വീട് മുഴുവൻ വൃത്തിയാക്കാൻ പറയുന്നു. അത് നൃത്തം ചെയ്തുകൊണ്ട് ഞാനതെല്ലാം ചെയ്യുന്നു. ശരിക്കും ഞാൻ നിങ്ങളുടെ പാവയാണോ? നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിന്നെ ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെ കണ്ടിട്ടേയില്ല. നിന്നെ ആരാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ഒന്നിനും കൊള്ളാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ചില്ലുകൂട്ടിലൊറ്റക്കിരുന്ന് നിന്നെ പൊന്നും വില കൊടുത്ത് മോഹവില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നതിനുള്ള ശിക്ഷ അനുസരണയില്ലാത്ത പാവ. നോറ, നീ എന്തായി ചെയ്യുന്നത്? മതി, ഇനി നിങ്ങളുടെ പാവയാവാൻ എന്നെ കിട്ടില്ല. ജനിച്ച നാൾ മുതൽ എന്റെ അച്ഛന്റെ പാവയായിരുന്നു ഞാൻ. ഇപ്പൊ നിങ്ങളുടെയോ ആ ചില്ലുകൂട്ടിനുള്ളിൽ കിടന്ന് എന്തെന്നില്ലാത്ത ഞെരിച്ചിൽ അനുഭവപ്പെട്ടപ്പോഴാണ് ഒരാശ്വാസം എന്ന പോലെ നിങ്ങളെ ഞാൻ കണ്ടതും കൂടെ വന്നതും. പക്ഷെ എനിക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു ഹെൽമർ. എന്നാൽ ഇനി ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കാൻ എനിക്കാവില്ല. എന്റെ ജീവിതം, എന്റെ ഇഷ്ടങ്ങൾ, എന്റെ സന്തോഷങ്ങൾ, എനിക്ക് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം, ചിരിക്കണം, ചിന്തിക്കണം, പറക്കണം, തളരുവോളം നൃത്തം ചെയ്യണം, വിശ്രമിക്കണം. മനുഷ്യനായി ജീവിക്കണം. ഹെൽമർ, ഇനി നോറയില്ല, നിങ്ങളുടെ പാവക്കുട്ടി ഇനിയില്ല. ഞാൻ പോകുന്നു.
അത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് പ്രഭു. നോക്കൂ, ഡെസ്റ്റിമോണിയുടെ മുറിയിൽ നിന്നും പുറത്ത് കടന്നത് ആരാണ്? അത് കാസിയോ അല്ലേ? ഞാനൊരു സംശയം തീർക്കട്ടെ. കുറച്ചു നാളായി അങ്ങനെയൊന്നും എന്റെ മനസ്സിൽ കിടന്ന് കളിക്കുന്നു. പറയൂ. അങ്ങയുടെ പ്രേമബന്ധത്തെ പറ്റി അറിയാമായിരുന്നവർ മറ്റാരൊക്കെയായിരുന്നു? അതിൽ കാസിയോ പെടും. സംശയമെന്ത്? കാസിയോ അവൻ ഞങ്ങൾക്കിടയിലെ ദൂതനായിരുന്നു. അല്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഉദ്ദേശം? ഒന്നുമില്ല പ്രഭു, ഞാൻ വെറുതെ ചോദിച്ചതാണ്. വെറുതെയോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. നീ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു. ഞാനൊരു സംശയം തീർത്തതാണ്. യാഗോ, നിനക്കെന്നോട് സ്നേഹമുണ്ടെന്നാണ് ഞാൻ കരുതിയത്. ആ, സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ? ഇല്ല, കാസിയോ സത്യസന്ധനാണെന്ന് തന്നെ ഞാൻ കരുതുന്നു. യാഗോ, പ്രഭോ, മനുഷ്യർ എന്തായി കാണപ്പെടുന്നുവോ അത് തന്നെ ആയിരിക്കണം. നീ എന്തോ എന്നിൽ നിന്നും മറക്കാൻ ശ്രമിക്കുന്നു. എന്റെ ചിന്തകൾ ഇപ്പോൾ അതിന് പിറകെയാണ്. ചീത്ത വിചാരങ്ങൾ ചീത്ത വാക്കുകളാൽ തന്നെ പറയൂ. ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ താങ്കളിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ എന്നെ കൊണ്ടാവില്ല. പക്ഷേ ദുശങ്ക ഒരു പിശാചാണ്. ആരെയും പിച്ചു ചിന്താൻ കേൾപ്പുള്ള ഒരു പിശാച്. എന്നിൽ ഇങ്ങനെ സംശയം കുത്തി നിറച്ച് കൊല്ലാൻ ശ്രമിക്കരുത്. നീ ഒരു പ്രിയപ്പെട്ട സ്നേഹിതനോടെന്ന പോലെ ഞാൻ അങ്ങയോട് പറയട്ടെ. ഒന്ന് പറഞ്ഞു തുലയ്ക്ക്. എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ. എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. യാഗോ, പറയാം. ഞാനത് നേരെ തന്നെ പറയാം. അങ്ങ് ഭാര്യയെ സൂക്ഷിക്കും. അതുമാത്രമാണ് ഞാൻ പറയാൻ വിചാരിച്ച ഏക കാസിയോ. അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ നിങ്ങൾ നോക്കണം. അത് വേണം. അതാണോ? അത് തന്നെയാണോ നീ പറഞ്ഞു വരുന്നത്? അത് തന്നെയാണോ നീ പറയാൻ ഉദ്ദേശിച്ചത്? എങ്കിൽ യാഗോ എന്ന സ്നേഹിതനെ എനിക്ക് കൊല്ലാൻ തരമില്ല. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങയോടുള്ള സ്നേഹം നിമിത്തം ഞാൻ കുഴപ്പം പിടിച്ചവനായി മാറിയിരിക്കുന്നു. അങ്ങയെ വഴിവിട്ട് സ്നേഹിച്ച കുറ്റത്തിൽ എനിക്ക് മാപ്പ് തരണം. നീ ഒന്നും പറഞ്ഞില്ല. എന്റെ ഹൃദയത്തിൽ സംശയത്തിന്റെ ചെടി അടിച്ചുകൂടി. നീ എന്നെ സ്വസ്ഥനായി നിൽക്കും. ഇതൊന്നും ആർക്കും ചേർന്ന പ്രവൃത്തിയല്ല ഇയാൾ. ഞാനിനി എന്തു വേണം? അതും നീ തന്നെ പറഞ്ഞതാ. താങ്കളെ സംശയം ജനിപ്പിക്കുക എന്റെ ലക്ഷ്യമായി. മറിച്ച് ചില വസ്തുതകൾ, ജീവൻ തുടിക്കുന്ന ചില വസ്തുതകൾ എന്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്നതായി. അതിനെ പുറത്ത് കളയാതെ കാര്യത്തിന്റെ കാതൽ ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ഇയാളോ അവൾ തന്നെ വഞ്ചിക്കാനാവില്ല. ഞാൻ സംശയിക്കുന്നില്ല, തരുമ്പം സംശയിക്കുന്നില്ല. താങ്കൾ എന്തോ അബദ്ധത്തിൽ കുടുങ്ങിയതാണ്. കണ്ണില്ലാതെയാണ് എന്നെ അവൾ ഭർത്താവായി തെരഞ്ഞെടുത്തത്. വെറും പ്രേരണ കൊണ്ട് മാത്രം ഇതൊക്കെ നടക്കും. താൽക്കാലികമായ ഭ്രമം കൊണ്ട്, വെറും ഭ്രമം കൊണ്ട് ഇങ്ങനെ
അവൾക്ക് എളുപ്പമാണ്. താങ്കൾക്കൊരു വിവരം എത്തിച്ചു തരികയായിരുന്നില്ല എന്റെ ലക്ഷ്യം. എന്റെ ഉള്ളിലുള്ളതിനെ പുറത്തിടുകയായിരുന്നു. അവൾ വിശ്വസ്തയായി തന്നെ എന്നും കഴിയട്ടെ. അവൾ വിശ്വസ്തയാണെന്ന് കരുതാൻ അങ്ങും എന്ത് സ്നേഹത്തോടെയാണ് ഞാൻ അവളോട് പെരുമാറിയത്. കാസിയോയുടെ ചുംബനങ്ങൾ പറ്റിയതിനെ പറ്റി എന്റെ മനസ്സരിക്കപ്പെടാം. അപകൃത വസ്തുവിന്റെ ഭാവം അവൻ അറിയുന്നില്ലെങ്കിൽ അവരോട് അതിനെ പറ്റി ഇല്ല. തീർന്നു പോയി നിന്റെ ഉറക്കവും സമാധാനവും. ലോകത്തിലെ എല്ലാ ശമനൌഷധങ്ങളും കഴിച്ചു കൊള്ളുക. എന്നാലും ഇന്ന് രാത്രി നിനക്കുറക്കമുണ്ടാവില്ല. കൂടുതൽ വഞ്ചിക്കപ്പെടുന്നതാണ് വഞ്ചനയെ പറ്റി അല്പം അറിയുന്നതിനും ഭേദം. മതി, ഇത്രയും മതി. ഇനി എനിക്ക് അടുത്ത ആയുധം എടുക്കാം. മനസ്സിലായിട്ടില്ല. നീ എന്താണ് വിചാരിച്ചത്? നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമെന്നോ? മരണമില്ലാത്ത മനുഷ്യാത്മാവിനെ മുൻനിർത്തി ഞാൻ പറയുന്നു, എനിക്ക് തെളിവ് വേണം. അറിയാമോ, എന്റെ കോപത്തിൽ ഇരയാവുന്നതിനും ഭേദം നീ ഒരു പട്ടിയെ തുറന്ന മനസ്ഥിതിയും സത്യസന്ധതയും അപകടം വിളിച്ചു വരുത്തുമോ? വഞ്ചന നേരിട്ട് ബോധ്യപ്പെടുത്തും. അവരുടെ കയ്യിൽ ഒരു തൂവാല കണ്ടിട്ടില്ല. ഞാവൽ പഴങ്ങൾ തുന്നിച്ചേർത്തത് കാസിയോ അതുപോലൊരു തൂവാല കൊണ്ട് അവന്റെ ലിംഗം തുറക്കുന്നതിനെ പറ്റി ഒന്ന് ഓർത്ത് നോക്ക്. ഏത് ഞാൻ ബോധ്യപ്പെടുത്തും. അവളുടെ മുകളിൽ കിടന്നു ചേരുമ്പോൾ ഒരു കങ്കാണിയെ പോലെ വാ പഠിച്ചു നിന്നുകൊണ്ട് ആ രംഗം നോക്കിക്കാണാൻ അങ്ങേക്ക് ഇഷ്ടമാണ്.
കൈ തണുത്തതായതുകൊണ്ട് തോന്നുന്നതാണ്. നിനക്കെല്ലാം അറിയാമല്ലേ? അതെ, എനിക്കെല്ലാം അറിയാം. പക്ഷെ അങ്ങയുടെ കോപകാരണം മാത്രം എനിക്ക് അറിഞ്ഞൂടാ. എനിക്കെന്തോ വല്ലാത്ത ജലദോഷം. ആ തൂവാല എടുത്തിട്ട് വാ. കാണും. ഇപ്പൊ ഇതെടുത്തോളൂ. പിന്നെ അതല്ലോ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? രാശിയെ തിരിച്ചെടുക്കണം. ഇനിയും അതിന് അമാന്തമാകരുത്. ഒരു തൂവാലയുടെ കാര്യത്തിന് എന്തിനാണ് ആശി? അത് പോട്ടെ, ഞാനത് എപ്പോഴെങ്കിലും
കാര്യം പറയും. നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും എന്നോട് പറയും. ഞാൻ കൂടെ ഇല്ലേ? നീ കൂടെ ഇല്ലാതാവാൻ പോകുന്നു. അതിൽ നോക്കി ഹൃദയം വായിക്കാൻ പറ്റുമായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് സമ്മാനിക്കാൻ അമ്മ ഏൽപ്പിച്ച സമ്മാനം അത് നഷ്ടപ്പെട്ടാൽ ഭാര്യാഭർത്തൃ ബന്ധം തകരും. എവിടെയാണെങ്കിലും തൂവാല എടുത്തിട്ട് വാ. നിങ്ങൾക്ക് ഭ്രാന്താണ്. ഒരു തൂവാലയോടോ ബന്ധം? തൂവാല എടുത്തിട്ട് വാ. ഞാനത് കൊണ്ടുവരില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ എന്താ പറഞ്ഞേ? അപ്പോൾ നിനക്കറിയാം ആ തൂവാല എവിടെ? നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നില്ല. അത് നിന്റെ പിഴ. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നിങ്ങളുടെ സന്തോഷം മാത്രമായിരുന്നില്ലേ എന്റെ ചിന്തകൾ? അത് നിന്റെ പിഴ. നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ശ്രദ്ധിച്ചും പരിചരിച്ചും ഒരു നിഴല് പോലെ ഞാൻ കൂട്ടുണ്ടായിരുന്നില്ലേ? അത് നിന്റെ പിഴ. എന്റെ സങ്കടങ്ങളും വേദനകളും ആരെയും അറിയിക്കാൻ
ഇവൾ ആരാണ്? മനുഷ്യകുല ജാതയല്ല. ഭൂമിയിലും സ്വർഗത്തിലും ഇങ്ങനെയൊരുവളെ ഞാൻ കണ്ടിട്ടേയില്ല. ദേവശാപം നിമിത്തം ഭൂമിയിൽ വന്ന് വീണതാവാം, അല്ലെങ്കിൽ മറഞ്ഞു നിന്നാരോ എനിക്ക് വേണ്ടി ദക്ഷിണയായി സമർപ്പിച്ചതാവാം. പുഴ പോലെ ഒഴുകുന്നവൾ, ഒരു പാതി മത്സ്യം, മറുപാതി 17 തികയാത്ത പെൺകുട്ടി. സ്ത്രീ ശരീരത്തിന് ഇത്രയ്ക്കും സൗന്ദര്യം. ഇങ്ങനെ മത്സ്യഗന്ധത്തോടെ ഒരുവൾ ഭൂമിയിൽ, ഇവളെ രുചിക്കുക തന്നെ. ഹേയ്, നീ ആരാണ്? ഞാൻ കഴുത്തുകാരിയാണ്. അച്ഛന്റെ പകരക്കാരി. അക്കരെ പോകാനാണെങ്കിൽ തോണിയൽക്കാരിയാണ്. അനൽപമായ സന്തോഷം എന്നിൽ വന്നു നിറയുന്നു. നിന്റെ അഭൗമമായ സൗന്ദര്യം എന്നെ നിന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് പോലെ. അയ്യോ, ഞാൻ മനുഷ്യകുലജാതയല്ല. അത് ചിന്തിക്കരുത്. ജീവിതം പുലരാൻ വേറെ വഴികളൊന്നുമില്ലായില്ല. ഈ പണി ചെയ്യുന്നവളാണ്. ഉപദ്രവിക്കരുത്. ഭൂമിയിലെ അത്യപൂർവ സൗന്ദര്യമാണ് നീ. ഇങ്ങനെ ഒരു വശ്യത മുമ്പെങ്ങും ഞാൻ കണ്ടിട്ടില്ല. നിന്റെ സൗന്ദര്യം നുകരാനാവുന്നത് ഒരു ഭാഗ്യമല്ലേ. പാരിജാത പുഷ്പത്തെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നത് പോലെ. അറിയാത്തതൊന്നും മനസ്സിൽ തോന്നരുത്.
അല്പനേരത്തേക്ക് മാത്രം നീ എൻ്റെ കൂടെ കഴിഞ്ഞാൽ മതി. ഇഹപര ലോകങ്ങളിൽ മറ്റാർക്കും ലഭിക്കാത്ത സൗഭാഗ്യമാവും അത്. അങ്ങനെയൊന്നും പാടില്ല. നോക്കൂ, അത് ഈ കടത്ത് തോണിയിൽ വെച്ചാവുക എത്ര സുഖകരം. ശരി, നിന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന വിധം വേണ്ട. നമ്മൾ ഉടനെ കരയിലെത്തുമല്ലോ. നിന്നോട് സംഗമിക്കുന്നത് എവിടെ വെച്ചായാലും ആനന്ദകരം തന്നെ. വരൂ സുന്ദരി, വരൂ, നമുക്ക് പോകാം. നോക്കൂ, നമ്മൾ ഇതാ കര എത്താറായിരിക്കുന്നു. സാഹചര്യം എത്ര അനുകൂലം. ചുറ്റുമെങ്ങും ഒരാൾ പോലുമില്ല. വരൂ സുന്ദരി, വരൂ, നമ്മൾ ഒന്നാവാൻ സമയമായി. നിന്നെ വിഷമത്തിലാക്കുന്ന വിധം വേണ്ട. നിന്റെ ആശങ്കകൾ മുഴുവൻ ഞാൻ തീർത്തു തരാം. ഇതാ കണ്ടോളൂ. അല്പനേരത്തേക്ക് പകൽ മാറി നിൽക്കുകയാണ് നമുക്ക് വേണ്ടി. ഇതാ ഒരു മഞ്ഞുകൂടാരം. പ്രകൃതി നമ്മെ അനുഗ്രഹിക്കുന്നു. നമുക്ക് സംഗമവേദി ഒരുക്കി തന്നിരിക്കുന്നു. വരൂ സുന്ദരി, നമ്മൾ ഒന്നാവാൻ സമയമായി. ഇത് തികച്ചും താൽക്കാലികമാണ്. അങ്ങയുടെ ആവശ്യം കഴിഞ്ഞാൽ അങ്ങ് എന്നെ ഉപേക്ഷിച്ചു പോകും. ഹൃദയം കൊണ്ട് ഇണചേരുന്നവർക്ക് മാത്രമായി എനിക്കെന്റെ ശരീരം കാത്തുവെക്കേണ്ടതുണ്ട്. ദയവായി എന്നെ ഉപദ്രവിക്കരുത്. നിന്റെ കന്യകാത്വമാണോ നിന്റെ പ്രശ്നം? എങ്കിലിതാ കേട്ടോളൂ. എനിക്കൊപ്പം കഴിഞ്ഞതിനു ശേഷമെന്നല്ല, മറ്റേതൊരു പുരുഷനൊപ്പം കഴിഞ്ഞതിനു ശേഷവും ഓരോ തവണയും നിന്റെ കന്യകാത്വം തിരിച്ചു കിട്ടും. ഞാനിതാ വരം നൽകുന്നു. അങ്ങ് വിചാരിച്ചാൽ എന്താണ് സാധിക്കാത്തത്? ലോകങ്ങളിൽ അങ്ങയുടെ ആഗ്രഹ നിവൃത്തിക്കായി എത്രയോ സുന്ദരികളായ മനുഷ്യ സ്ത്രീകൾ കാത്തു നിൽപ്പുണ്ടോ? എന്നെ ഇത്രയേറെ വൈകല്യങ്ങളുള്ള ഒരു പെണ്ണിനെ എങ്ങനെ അങ്ങ് സ്വീകരിക്കും? ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ല. എന്റെ രൂപം കണ്ടില്ലേ? പാതി മത്സ്യമാണ് ഞാൻ. എന്റെ ഗന്ധവും മനുഷ്യരുടേതല്ല. ഇത് സഹിക്കാൻ അങ്ങേക്കാവുമോ? I
ശരിയാണ്. ഞാൻ വിചാരിച്ചാൽ സുഗന്ധം പ്രസരിപ്പിക്കുന്നതും മതിപ്പിക്കുന്നതുമായ തരുണീമണികളെ കിട്ടും, ഒത്ത സ്ത്രീയുടലുകളെ. പക്ഷേ എനിക്കതല്ല വേണ്ടത്. നിന്റെ ദൗർബല്യങ്ങളെ ഞാൻ പ്രണയിക്കുന്നു. നാസാരന്ധ്രങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ഈ രൂക്ഷഗന്ധത്തെ ഞാൻ കാമിക്കുന്നു. മനുഷ്യരൂപം വിട്ട് അന്യജീവി രൂപത്തോട് ചേർന്ന നിന്റെ ഉടൽ, ആഹാ, അങ്ങയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി എന്റെ മുന്നിൽ വഴികളൊന്നുമില്ല. ഞാൻ തോറ്റിരിക്കുന്നു. പ്രപഞ്ച നിർമ്മിതിക്കായി ഇതാ എന്റെ ഉപഹാരം. സാക്ഷിയായി താരാമത്സ്യജാലം പാനിനീനിൻ മനം മുലയായ ആശ്രയം മാരിനി ആശ്രയം മാരിനി. സുന്ദരിക്കോഴി ഒരു കേസ് കൊടുത്തു. അതിരാത്രി പാത്തും പതുങ്ങിയും വന്ന പേട്ടൻ കോഴിക്കുഞ്ഞുങ്ങളെ ഒന്നാകെ പിടിച്ച് തിന്നുന്നു. ഇന്നാട്ടിലെ സുന്ദരീക്ഷാമം വരുമ്പോ സമ്മതിക്കില്ല, ഞാനതിന് സമ്മതിക്കില്ല. തത്തം തരികണ ചിത്തം തരികണ
പതുങ്ങിയും പോയത് തെറ്റ്. ആദ്യരാത്രിക്ക് പോയത് അതിലും വലിയ തെറ്റ്. ഈ നാടൊക്കെ നമ്മുടെയാണെന്നിരിക്കെ എന്തിനു പാത്രം, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇതുപോലത്തെ നല്ല വെളുവെളുത്ത പകലുള്ളപ്പോ എന്തിനു രാത്രിയാകണം? അങ്ങനെ നമ്മുടെ നാട്ടിലെ ഈ സുന്ദരീക്ഷണം ഇല്ലാതെ ആവാൻ പുതിയ നിയമനിർമ്മാണം നിലവിൽ വന്നു. കുറുക്കമ്പേട്ടനും കൂട്ടുകാർക്കും ഇനി മുതൽ പകൽ വെളിച്ചത്തിൽ കൊല്ലാതെ കൊതി തീർക്കാം. എല്ലാം കോടതി നിരീക്ഷണത്തിലായിരിക്കും. സുന്ദരിക്കോഴികളുടെ ജീവൻ കോടതി സംരക്ഷിക്കണം. പ്രപഞ്ചത്തിൽ സൗന്ദര്യം നിലനിൽക്കുവോളം കുറുക്കന്മാരുടെ കൂവൽ കേട്ടാൽ ഉറപ്പിച്ചോളൂ, ആളുദീനികളുടെ തീവണ്ടി മരണത്തിന്റെ തലസ്ഥാനത്തൂടെ ഓടുന്നുണ്ടെന്ന്. കത്തുന്ന ശവങ്ങളുടെ വെളിച്ചമാണ് സിഗ്നൽ. അതിന്റെ പുകപടലങ്ങളിൽ മങ്ങിക്കിടക്കുന്ന ശൂരാണ് ആളം മുറിച്ചു കടക്കുന്നവർക്കുള്ള അപായ സൂചന. തിളക്കമാർന്ന താരങ്ങളും സുന്ദരചന്ദ്രനുമുള്ള നിഗൂഢതകളുടെ ആകാശം കാണാം. തല മുതൽ കാലുവരെ മൂടിപ്പുതച്ചു കിടന്നാലും കുറുക്കൻ കണ്ണുകൾ തുണ്ടു കഷ്ണങ്ങൾ തിരയുന്നത് കാണാം. വളവുകളിൽ കൈകൂപ്പി നിൽക്കുന്ന കരച്ചിലുകൾ കാണാം. മലിനപ്പെട്ട് മണ്ണിര പോലെ മുറിഞ്ഞവരുടെ തലച്ചോറിൽ പ്രലോഭനങ്ങളുടെ ഉരുക്കു ചക്രം പിറവി കൊള്ളുന്നതും കാണാം.
കയറിയിറങ്ങും മുമ്പ് അറിവൊരു ഭാരമായി ചുമക്കണം, പിഴകൾ ഓരോന്നായിട്ട് ചൊല്ലണം. കാമരസത്തിൽ മുങ്ങി നിവർന്നവളാവണം, കന്യകയല്ലാതാവണം. വേദനകളുടെ ഭാരം പേറണം. എന്റെ പ്രിയപ്പെട്ട പെൺപറവകളെ, അശരണരായ നിങ്ങൾക്ക് വേണ്ടി മർദ്ദക വർഗത്തിന്റെ അധികാര ഹുങ്കിനതിന് ഞാനിതാ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അറിവിന്റെ ആത്മാഭിമാനത്തിന്റെ യുദ്ധം. നിന്നോടൊരു ചോദ്യം ചോദിക്ക്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ രസമെന്താണ്? കാമരസം. മറ്റൊരു ചോദ്യം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണ്? പ്രസവ വേദന.
നയിക്കുന്നുണ്ട് ചിലർ. അവരുടെ കണ്ണിൽ കയ്യിൽ പെട്ടാൽ അവരുടെ കണ്ണിൽ കയ്യിൽ പെട്ടാൽ നീയും നിൻ പാട്ടും നിൻ പൂഞ്ചിറകും പുഞ്ചിരി പോലും നിഷ്പ്രഭമായി തീരും, നിഷ്പ്രഭമായി തീരും. കോക്കാന്മാരുടെ ലോകം ഇല്ലാണ്ടാവും മോളെ. പറക്കുമുറ്റാത്ത പ്രായത്തിൽ ചിറകറ്റു പോയ ഹൂലൻദേവിയുടെ ചെറുത്തുനിൽപ്പിനെയും മനുഷ്യപ്പാവയാവാൻ വിധിക്കപ്പെട്ട നോറയുടെ ഉറച്ച ശബ്ദത്തെയും നിഷ്കളങ്കയായ ഡെസ്റ്റിമോണയുടെ സഹനത്തെയും സ്വത്വം നഷ്ടപ്പെട്ട മത്സ്യഗന്ധിയുടെ വേദനയും മുച്ചിലോട്ട് അമ്മയുടെ ഉയർത്തെഴുന്നേൽപ്പിനെയും നീ ഹൃദയത്തിൽ കുറിച്ചിടണം മോളെ. തുല്യതയുടെ വെളുത്ത നിറം ചാലിച്ച് നീ ഒരു പുതിയ ലോകം നിർമ്മിക്കണം. അനീതിയോ അക്രമോ കണ്ടാൽ എതിർക്കണം. അതിനായി ഒരുമ്പിട്ടിറങ്ങണം. കാടും മേടും പുഴയും താണ്ടണം. ഉറക്കെ സംസാരിക്കണം, പൊട്ടിച്ചിരിക്കണം. അതിന്റെ മുഴക്കം കേട്ട് കോക്കാന്മാരുടെ ചില്ലുകൂടുകൾ ഒന്നൊന്നായി പൊട്ടി തകരണം. കിളികൾ അത്രയും കൂട് പൊളിച്ച് പറന്നുയരണ ഒരു കാലം വരും മോളെ.